എസിനെ സംബന്ധിച്ചിടത്തോളം മതം, ധർമ്മം, രാഷ്ട്രം ഇതൊക്കെ കൂടെ അതിൻ്റെ ഒരു കണക്ഷൻ അത് വ്യക്തമായിട്ട് തന്നെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇപ്പോൾ മതപരിവർത്തനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, അത് പറയുമ്പോഴും അത് രാഷ്ട്രത്തിനൊരു അപകടമുണ്ടാകും എന്നുള്ള കൺസെപ്റ്റിൽ കൂടെ അതും കൂടി ചേർത്താണ് അതിനെതിരെയുള്ള പ്രവർത്തനം നടത്തുന്നത്. പ്രത്യേകിച്ചും സ്വാമി വിവേകാനന്ദൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിന്ദു ഒരാൾ കുറഞ്ഞാൽ രാഷ്ട്രത്തിന് ഒരപകടം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള അപ്പോൾ ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് സംഘത്തിൻ്റെ ഈ 100 വർഷത്തെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണോ പുസ്തകത്തിൽ ഉണ്ടാകുന്നത്? അതെ 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 അതിൽ ഈ മതം വിഷയമാവുകയും മതപരിവർത്തനം ഒരു വിഷയമാവുകയും ചെയ്യുമ്പോൾ ഈ രാഷ്ട്രം ദുർബലപ്പെടും എന്നുള്ളതിന് തെളിവ് വേറെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഇപ്പോൾ വിഭജനം എന്തുകൊണ്ടുണ്ടായി? മതപരമാണ് കാരണം. വടക്ക് കിഴക്കൻ മേഖലയിൽ വിഘടനവാദവും സംഘർഷവും എന്തുകൊണ്ട് നിലനിൽക്കുന്നു? വിഷയം മതമാണ്. അപ്പം മതപരിവർത്തനം കൊണ്ട് വിഭജനം സംഭവിക്കും എന്നുള്ളതിന് ഗവേഷണം ആവശ്യമില്ല. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷ ഉദാഹരണം അനുഭവം നിലനിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് മതരംഗത്ത് സംഘം ഇടപെടുന്നു എന്ന് പറഞ്ഞെന്നാൽ അത് മതവിരോധം കൊണ്ടല്ല, മതപരമായ നിലനിൽപ്പ് ഒരു ഘടകം തന്നെയാണല്ലോ. ഏതൊരു സമൂഹത്തിൻ്റെയും മതപരമായ ഒരു നിലനിൽപ്പും ആവശ്യമാണ്. അപ്പോൾ മതപരമായ അത്തരം ഒരു മതവും മതപരിവർത്തനത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. ലോകം മുഴുവൻ, ഭാരതത്തിൽ വിശേഷിച്ചും മതപരിവർത്തനത്തിന് 2 കാരണമാണ് പറയാവുന്നത്. 2 or 3 എടുക്കാം. ഒന്ന്, ഏത് മതത്തിൽ നിന്നാണോ ആളിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ മതം മോശമായതുകൊണ്ട് അതിൽ നിന്ന് മാറണം. ഇപ്പം മാറ്റപ്പെടുന്ന, അതായത് ഇപ്പോൾ ഹിന്ദു മതങ്ങളെ സംബന്ധിച്ചാണ് ഹിന്ദു മതങ്ങൾ മോശമാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിൽ നിന്ന് മാറ്റാനുള്ള പ്രയത്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പുതിയ മതം എന്നുള്ളതൊരു പൊളിറ്റിക്സായിട്ട് മാറുന്നു, അധികാരവുമായിട്ട് ബന്ധം ഉണ്ടാകുന്നു. അപ്പോൾ ആ നിലയിലും മതപരിവർത്തനം ഒരു പ്രശ്നമായോ വെല്ലുവിളിയായിട്ടോ മാറുന്നു. മൂന്നാമത്, ഈ മതം മാറ്റുന്നവരുടെ താഴേക്കിടയിലുള്ളവരുടെ വീക്ഷണം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ മതം മാറ്റുന്ന പ്രവർത്തനം നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ഒരു സുവിശേഷ പ്രവർത്തകനാണെങ്കിൽ, ഒരു സാധാരണ സുവിശേഷ പ്രവർത്തകനാണെങ്കിൽ എൻ്റെ മേലെയുള്ളവരുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. പക്ഷേ ഞാൻ മതം മാറ്റം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷകനാണ്, അല്ലെങ്കിൽ ഒരു ഇസ്ലാം മത പ്രചാരകനാണെങ്കിൽ എൻ്റെ സങ്കല്പം എന്തുകൊണ്ടാണ്, നിങ്ങൾ വായുജിത്തിനെ ഞാൻ മതം മാറ്റണം എന്ന് വിചാരിക്കുന്നത് വായുജിത്തിന് സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. അതെ, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നരകത്തിൽ പോകും. അപ്പോൾ എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ബന്ധു അല്ലെങ്കിൽ എൻ്റെ അയൽവക്കക്കാരുടെ ജീവിതം ശ്രേഷ്ഠമാകണം എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ നന്നാക്കാൻ വേണ്ടി, അവരുടെ രക്ഷ എന്ന വാക്ക് തന്നെ രക്ഷയെ കണക്കാക്കിയിട്ട് മതം മാറ്റുന്നു. അപ്പം മതം മാറ്റത്തിന് 3 ഘടകങ്ങളാണ്. ഒന്ന്, സ്വർഗം കിട്ടാൻ അല്ലെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ. 2, നിലവിലുള്ള മതം മോശമാണ് എന്നുള്ളത് കൊണ്ട്. 3, അതിലൂടെ രാഷ്ട്രീയമായ അട്ടിമറി. ഈ 3 ഘടകവും പരിഗണനാ വിഷയം ആകണം മതത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. ഈ രംഗത്ത് ഈ 3 തരത്തിൽ RSS എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ ഒരു കാര്യം. എങ്ങനെ പ്രവർത്തനം നടത്തുന്നു, എന്തുകൊണ്ട് എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. മതം മാറ്റപ്പെടുന്നതോടുകൂടി ആ സംസ്കാരം മാറുന്നു, രാജ്യവും കാഴ്ചപ്പാടും മാറുന്നു, രാഷ്ട്രസങ്കല്പം മാറുന്നു, മാതൃഭൂമി എന്ന സങ്കല്പം പോലും പാടില്ല എന്ന് വരുന്നു. അപ്പോൾ രാഷ്ട്രത്തിനാണല്ലോ RSSൻ്റെ പ്രവർത്തനം, രാഷ്ട്രത്തിൻ്റെ പരമവൈഭവമാണ്. രാഷ്ട്രം തന്നെ ഇല്ലെങ്കിൽ പിന്നെ വൈഭവം ഇവിടുന്ന് കൊണ്ടുവരാനാ? അപ്പം നിലനിൽക്കുന്ന ഒന്നിനെയല്ലേ വൈഭവത്തിലേക്ക് ഉയർത്താൻ പറ്റൂ. അപ്പം നിലനിൽപ്പ് അപകടത്തിലാവുന്നു മതപരിവർത്തനത്തിലൂടെ, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്. RSSൻ്റെ നിലനിൽപ്പ്. ഇതിനിടയ്ക്ക് ഞാനൊരു ഉദാഹരണം കൂടെ പറയാം, ഭംഗ്യന്തരാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നൊരു ആശയമുണ്ടല്ലോ. RSSൻ്റെ ശത്രുക്കളാണ് ഈ ആഭ്യന്തര ഭീഷണികൾ എന്ന് പറയുന്നത്, വിചാരധാരയിലെ RSSൻ്റെ ശത്രുക്കളേ ഇല്ല. RSSൻ്റെ ശത്രുക്കൾ എന്ന് അതിനകത്ത് എഴുതിയിട്ടുമില്ല, വിചാരിച്ചിട്ടുമില്ല. കാരണം RSS മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ആരെയെങ്കിലും എതിർക്കാൻ വേണ്ടി, ഏതെങ്കിലും ഒരു ശത്രുവിനെ നേരിടാൻ വേണ്ടി ഉണ്ടായ ഒരു പ്രസ്ഥാനമല്ല. രാഷ്ട്രത്തിനെ വൈഭവത്തിലേക്ക് ഉയർത്തുക. അപ്പോൾ രാഷ്ട്രത്തിന് വെല്ലുവിളിയോ ശത്രുതയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടി വരും. അതിനൊരു മതം ഘടകമാകുന്നു എന്നുള്ളതാണ് മതകാര്യങ്ങളിൽ RSS ഇടപെടാൻ കാരണം.
RSS മതസംഘടന ആയതുകൊണ്ടല്ല. മതം രാഷ്ട്രത്തിനും ഭീഷണിയായി മാറുന്ന മതപരിവർത്തനം രാഷ്ട്രത്തിനും ഭീഷണിയായി മാറുന്ന സാഹചര്യത്തിലാണ്. അപ്പം മതപരിവർത്തനത്തിന് തടയേണ്ടി വരുന്നതും പലതരത്തിലാണ്. 2-3 തരത്തിൽ തടയാം. ഒന്ന് പ്രാഥമികമായി കായികമായി തടയാം. അത് RSS പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാധനമല്ല. കാരണം എല്ലാവരെയും അങ്ങനെ എവിടെയെല്ലാം തല്ലിയാലാണ് ഈ പ്രശ്നം തീരുക? അങ്ങനെ തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തല്ലി തീർക്കുക, ഈ ഭീഷണി അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനൊരു പോരായിക പരിഹരിക്കുക എന്നുള്ളതല്ല. മറിച്ച് മറ്റ് 2 കാരണങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒന്ന്, നിങ്ങളുടെ മതം മോശമാണ് എന്നുള്ള മോശം ആണോ അല്ലയോ എന്ന് പഠിപ്പിക്കുക. ഹിന്ദുക്കളിൽ മോശമായ കാര്യങ്ങൾ എന്താണ്, മോശമല്ലാത്ത കാര്യങ്ങൾ എന്താണ്, അടിസ്ഥാനപരമായി ഹിന്ദു മതങ്ങൾ പറയുന്ന കാര്യം എന്താണ്, ഹിന്ദു മതങ്ങളുടെ മേലെ കെട്ടിവെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ദുർവ്യാഖ്യാനത്തിലൂടെ ഇല്ലാത്ത കാര്യം ആക്ഷേപിക്കും. അപ്പോൾ ഇതെന്താണെന്ന് തുറന്ന് കാണിക്കുക. മതബോധനത്തിലൂടെ മതം ശരിയോ തെറ്റോ എന്ന് മതത്തിൽ വിശ്വസിക്കുന്നവർ മനസ്സിലാക്കട്ടെ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇത് കൊള്ളാവുന്നതാണെന്ന് തോന്നി അവർ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുമല്ലോ. വേണ്ടാത്തതാണെങ്കിലാണല്ലോ വലിച്ചെറിയുക. അപ്പോൾ ഈ മതബോധനം എന്നുള്ളത് മതലക്ഷ്യത്തെ കണക്കാക്കിയിട്ടല്ല, ഈ അപകർഷതാബോധത്തെ ഇല്ലാതെയാക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തി, കുടുംബം, സമുദായം, സമൂഹം, രാജ്യം ഒക്കെ, മതം ഒക്കെ നിലനിൽക്കണമെങ്കിൽ അപകർഷതാബോധം ഉള്ള ഒരു സമൂഹത്തിന് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. അവർക്കെപ്പോഴും അവനവനെക്കുറിച്ച് ചീത്ത അഭിപ്രായമായിരിക്കും. മറ്റുള്ളവർ എന്നെ കഴിഞ്ഞും കേമനാണ് എന്നൊരു സങ്കല്പം വരും. അപ്പോഴാണ് മറ്റുള്ളവർ പറയുന്നത് സ്വീകരിക്കേണ്ടി വരുന്നത്. ഈ അപകർഷതാബോധമുള്ളവൻ എപ്പോഴും മറ്റുള്ളവൻ്റെ അടിമയായിരിക്കും. അത് മതത്തിൻ്റെ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും ചിന്താരംഗത്തായാലും. അപ്പോൾ എവിടെയെങ്കിലും അടിമത്തം ഈ നിലയിൽ മാനസികമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം അപകർഷതാബോധമാണ്. അപകർഷതാബോധം ഭാരതത്തെ സംബന്ധിച്ച്, ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് അറിവില്ലായ്മ കൊണ്ടാണ്. അറിവില്ലായ്മയിൽ നിന്ന് അറിഞ്ഞാൽ ഇത് ഉപേക്ഷിക്കില്ല എന്ന് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. മതപരിവർത്തന രസവാദം എന്ന പുസ്തകം എഴുതുമ്പോൾ കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മഹാനായ ഗുരുനാഥൻ, നമ്മുടെ ഋഷീശ്വരൻ തന്നെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് അതിലും കേമമായത് എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലോകത്തിലെവിടെയും ഇതിലും ശ്രേഷ്ഠമായ ഒരു ജീവിത ദർശനം ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല, അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് മതപരിവർത്തനം തെറ്റാണ് എന്ന് കുമാരനാശാൻ പറയുന്നുണ്ട് മതപരിവർത്തന രസവാദം എന്ന പ്രബന്ധത്തിൽ. അപ്പോൾ അന്ന് വെച്ചാൽ അറിയാത്തത് കൊണ്ടാണ് ഇതിനെ അപഹസിക്കുന്നത്. അപ്പം അതിന് പരിഹാരം എന്താ? അതെന്താണെന്ന് പഠിപ്പിക്കുക, ബോധവൽക്കരണം. ഇത് എന്തൊക്കെ ചെയ്യുന്നു സംഘം, എങ്ങനെയൊക്കെ ചെയ്യുന്നു RSS, അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഹിന്ദു ബോധവൽക്കരണം വളർത്താൻ, അവബോധം വളർത്തുക. അതിലൂടെ അത് മാത്രം പോരാ, അതിൻ്റെ ആചരണമുണ്ടാവണം. താത്വികമായി ഇത് കേമമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അനുഭവത്തിൽ കൊണ്ടുവരണമല്ലോ. അപ്പോൾ തത്വത്തെ പ്രയോഗത്തിൽ കൊണ്ടുവരിക. അവിടെയാണ് ധർമ്മം എന്ന വാക്കിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഒന്ന് മതപരമാണ് എങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസത്തിന് ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണമല്ല, ഇത് പെടുത്തി പറയാം. ഇപ്പോൾ ഒരു മതം വിശ്വാസിയാകാൻ ആ മതം പറയുന്ന ചില കാര്യം വിശ്വസിച്ചാൽ മതി. ഇന്ന കാര്യങ്ങൾ വിശ്വസിച്ചാൽ ഞാൻ ഇന്ന മതവിശ്വാസിയായി. ആ വിശ്വസിക്കാൻ വേണ്ടി പറയുന്ന ചില ചടങ്ങുകളുണ്ടാവും, അതും കൂടി ഉണ്ടെങ്കിൽ ഞാനൊരു മതവിശ്വാസിയായി. പക്ഷേ ധർമ്മം എന്ന് പറയുന്നത് അത് പോരാ, അത് അനുഷ്ഠിച്ചാലേ പറ്റൂ. മതം വിശ്വസിച്ചാൽ മതി, ധർമ്മം ആചരിച്ചാലേ പറ്റൂ. നിലനിർത്താനും അതുതന്നെയാണ്. മതം നിലനിൽക്കാൻ മതവിശ്വാസികളുണ്ടായാൽ മതി, ധർമ്മം നിലനിൽക്കണ ധർമ്മ വിശ്വാസികളുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ഈ സമീപകാലത്ത് പറഞ്ഞ് ഈ രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടി എല്ലാം മതത്തിൻ്റെ ഈ സെമറ്റിക് മതത്തിൻ്റെ കൺസെപ്റ്റിൽ അളന്ന് ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഹിന്ദുക്കളെക്കുറിച്ച് അഥവാ ഹിന്ദു ധർമ്മ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും അറിയാതെ പറയുന്ന ഒരു തെറ്റായ വാക്കുണ്ട്, ഹിന്ദു ധർമ്മ വിശ്വാസികൾ എന്നൊരു പ്രയോഗമുണ്ട്. ഇത് പരസ്പര വിരുദ്ധമാണ്. ഹിന്ദു ധർമ്മ വിശ്വാസിയല്ലല്ലോ, ഹിന്ദു ധർമ്മം ആചരിക്കുന്നവർ, ആചരണമാണ്. അപ്പം മതബോധനം എന്ന് പറയുമ്പോൾ അവിടെ 2 ഘടകം വരികയാണ്. ഒന്ന്, നമ്മുടെ മതപരമായ വീക്ഷണത്തെ സംബന്ധിച്ച അറിവ്, അവബോധം സൃഷ്ടിക്കുക, അതിൽ നിന്ന് അപകർഷതാബോധം ഇല്ലാണ്ടാക്കുക, സ്വാഭിമാനം ഉണ്ടാക്കുക. 2,
അതൊരു സംസ്കാരമായും നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ധാർമ്മികമായ ജീവിത ആചരണം ഉണ്ടാവണം. ഇപ്പോൾ ധർമാചരണം അതിന് പറഞ്ഞു കൊടുക്കുകയല്ല, പരിശീലിപ്പിക്കുകയാണ്. അത്തരം പരിശീലന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അത് വനവാസി മേഖലയിലുണ്ട്, ഗ്രാമീണ മേഖലയിലുണ്ട്, നഗരമേഖലകളിലുണ്ട്. ഇങ്ങനെ ഓരോ രംഗത്തും ഈ ധർമ്മ പ്രബോധനങ്ങൾ നടത്താനും ധർമാചരണത്തിനുള്ള ചില പദ്ധതികളും പ്രവർത്തനങ്ങളും ഉണ്ട്. അതും എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എവിടെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. മതപരിവർത്തനം ഒരു വലിയ പ്രശ്നമാണ്. സംഘർഷത്തിൻ്റെയും എന്താണ് എനിക്ക് തോന്നുന്നു ദയാനന്ദ സരസ്വതി അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു വലിയ സംവാദത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞ് കൺവേർഷൻ ഈസ് വയലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മതപരിവർത്തനം സംഘർഷം സൃഷ്ടിക്കും. അത് ലോകം മുഴുവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായ ചരിത്രം. ഗാന്ധിജി എന്തുകൊണ്ടാണ് മതപരിവർത്തനത്തിനെ എതിർത്തത്? ഗുരുദേവൻ പോലും മതപരിവർത്തനത്തിനെ എതിർത്ത് എന്തുകൊണ്ടാണ്? ശ്രീനാരായണ ഗുരുദേവൻ ഈ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മഹാവാക്യം പറഞ്ഞ ഗുരുദേവൻ പോലും മതപരിവർത്തനത്തിനെ എതിർത്തു, ഗാന്ധിജി എതിർത്തു. ആരും മതപരിവർത്തനത്തിനോട് അനുകൂലമായ ഒരു മഹാപുരുഷനും നമ്മുടെ നാട്ടിൽ ഇല്ല. സാംസ്കാരികമായി ധാർമ്മിക ആധ്യാത്മിക രംഗത്ത് ആരുമില്ല. അപ്പോൾ അത്തരം മതപരിവർത്തനം സംഘർഷം സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് RSS പറയുന്ന മതപരിവർത്തനം തെറ്റാണ്, മതപരിവർത്തനം പാടില്ല. അതിന് നടത്തിയ ഒത്തിരി പ്രയത്നം, ആഹ്വാനം മാത്രമല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ക്രിസ്ത്യൻ മത നേതൃത്വവുമായിട്ട് RSS ചർച്ച നടത്തിയിട്ടുണ്ട്, പലവട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. കോട്ടയത്ത് MT സെമിനാരിയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അന്ന് പരമേശ്വർജിയും R ഹരിയേട്ടനും അതുപോലെയുള്ള ആൾക്കാരും ഒക്കെ അന്ന് നമ്മുടെ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് പങ്കെടുത്തു. അതുപോലെ മത പുരോഹിതന്മാരായിട്ടുള്ളവരും മെത്രന്മാരായിട്ടുള്ളവരും ഒക്കെ ചർച്ചയിൽ പങ്കെടുത്തു. RSSൻ്റെ സംസ്ഥാന കാര്യാലയം എറണാകുളം എളമക്കരയിൽ അതേ മീറ്റിംഗ് വെച്ചു. അതിൽ ഈ ജോസഫ് പുലിക്കുന്നേലടക്കമുള്ള പിന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഒക്കെ ഒരു ഉണ്ടായിരുന്നല്ലോ, ക്രിസ്തു ഭാഗവതം ഒക്കെ എഴുതിയിട്ടുള്ള അങ്ങനെ ക്രിസ്ത്യൻ ഈ അൽമായ നേതൃത്വവും RSSുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പൗരോഹിത്യ നേതൃത്വവും RSSുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് മതപരിവർത്തനം. അപ്പോൾ ആ മീറ്റിങ്ങുകളിലൊക്കെ അവർ ഉറക്കെ പ്രഖ്യാപിച്ചത് മതപരിവർത്തനത്തിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്നാണ്. തത്വത്തിലെങ്കിലും അംഗീകരിച്ചു. എന്നുവെച്ചാൽ മതപരിവർത്തനം സംഘർഷം സൃഷ്ടിക്കുമെങ്കിൽ മതപരിവർത്തനം തെറ്റാണ്. മതം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം. മതപരിവർത്തനം നടത്തിയാൽ സംഘർഷം ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മതപരിവർത്തന പ്രശ്നവും സംഘർഷവും അത് അതിജീവിക്കാൻ RSS എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ പ്രയത്നിച്ചിട്ടുണ്ട്, അത് വേണമല്ലോ. ഇതിനെ എതിർത്താൽ മാത്രം പോരാ, ഇതുണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം, ഉണ്ടാകുന്നതിനെ ശമിപ്പിക്കാൻ എന്ത് ചെയ്യണം, ഈ പറയുന്നത് പോലെ സമാധാന ചർച്ചകൾ എവിടെയൊക്കെ നടത്തേണ്ടി വരുന്നു. ഈ വിഷയം RSS നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. 10-40 വർഷക്കാലമായിട്ട് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് സത്യത്തിൽ ഈ രാഷ്ട്രീയക്കാർ അതിലൊക്കെ ഇടപെട്ടിട്ടാണ് സത്യത്തിൽ അത്തരം ഭാവാത്മകമായ നല്ല ചർച്ചകളെ രാഷ്ട്രീയക്കാരാണ് അത് അവസാനിപ്പിച്ചതോ അല്ലെങ്കിൽ അതിനെ പാരവെച്ചതോ എന്ന് പറയാവുന്നത്. അതിനു മുൻപ് ഈവൻ മുസ്ലിം നേതൃത്വവുമായിട്ട് പോലും ഒരു ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ ചില രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ട് RSS ആയിട്ട് എന്തിനാണ് മുസ്ലിം മത നേതൃത്വം ചർച്ച ചെയ്യുന്നത്, RSS അല്ലല്ലോ ഹിന്ദുക്കളുടെ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പാരവെച്ച് ആ ചർച്ച വേണ്ടെന്ന് വെക്കുക ചെയ്തത്. അപ്പോൾ സംഘർഷം കുറയ്ക്കാൻ സമാധാനപരമായ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ആവശ്യമാണ്. അതിന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ RSS എങ്ങനെയൊക്കെ ചെയ്യുന്നു അത് ഈ പുസ്തകത്തിലെ ഉള്ളടക്കത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ മതപരിവർത്തനത്തിൻ്റെ നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത് കാരണമായിരുന്നുവല്ലോ ഉച്ചനീചത്വം എന്ന് പറയുന്നത്. ജാതീയമായ ഉച്ചനീചത്വവും കാര്യങ്ങളും ഒരു ഘടകമാണ്. ഇപ്പോഴും പല പ്രദേശങ്ങളിലും അതൊരു വിഷയമാണ്. ഇല്ലാത്തടത്ത് അത് പറഞ്ഞുണ്ടാക്കി ഉണ്ടെന്ന് വരുത്തുന്ന രാഷ്ട്രീയ തട്ടിപ്പ് വേറെ ഉണ്ട്, അത് വേറെ കാര്യം. എങ്കിലും ജാതീയമായ ഈ വിവേചനം എന്നുള്ളതും മതപരിവർത്തനത്തിനൊരു പ്രകോപനമായിരുന്നു. ഒരു കാലത്ത് വ്യാപകമായിരുന്നു, ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഐക്യം എന്നുള്ളത് ആയിരുന്നു ഒരു പ്രധാന ഘടകമാണ്. എല്ലാവരും ഒന്നിച്ചൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്നു, പരിഹരിക്കുന്നു, വിവേചനമില്ലാണ്ടാക്കുന്നു, ഒന്നിച്ചുള്ള ഒരു കാഴ്ചപ്പാട്
ഉണ്ടാക്കിയെടുക്കുന്നു. അതിന് സമരമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ധാരാളം പേര് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്നോട് നേരിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, RSS എന്ത് ചെയ്യുന്നു, നിങ്ങളെന്താണ് അതിനെ എതിർക്കാത്തത്, നിങ്ങളെന്താ ഇതിനെ എതിർക്കാത്തത്, അവിടെ ഒരു ജാതി പ്രശ്നമില്ലേ, ഇവിടെ ഒരു അമ്പല പ്രശ്നമില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ RSSൻ്റെ സമീപനം എന്ന് പറയുന്നത് ഏതെങ്കിലും ജാതിക്കെതിരെ സമരം നടത്തി ജാതീയതയെ ഇല്ലാതെയാക്കാം എന്നുള്ള ഒരു വീക്ഷണമല്ല. സാമൂഹിക പരിവർത്തനം എന്നുള്ളത് ആദ്യം മാനസികമായിട്ട് സംഭവിക്കേണ്ടതാണ്. മാനസിക പരിവർത്തനത്തിലൂടെയേ സാമൂഹ്യ പരിവർത്തനം സാധ്യമാകും. അതാണ് അടിസ്ഥാന കാര്യം. അതുകൊണ്ട് RSSൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ ജാതിയെക്കുറിച്ച് പറയാതിരിക്കുക, ജാതിയെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പോയി, വേറെ ശാഖായാത്രയായിട്ട് ബന്ധപ്പെട്ട് പോയപ്പം ഒരു മുതിർന്ന പ്രവർത്തകൻ, ഒരു 45 വയസ്സ്, ദീർഘകാലമായിട്ട് അയാൾ 45-50 വയസ്സുണ്ട്, ചെറുപ്പം തൊട്ട പ്രവർത്തകനാണ്. ഇപ്പോൾ അയാൾക്ക് BJPയുടെ ചുമതലയാണ്, സംഘകാര്യകർത്താവാണ്. അപ്പോൾ അവിടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ, ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ, അവിടെ ഒരു ഹരിജൻ വാർഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ ഇപ്പം. അപ്പോൾ ഒരു വാർഡുണ്ട്, സംവരണ വാർഡുണ്ട്. അപ്പോൾ അവിടെ നിർത്താൻ നോക്കിയിട്ട് ഒരാളെ ആലോചിച്ചിട്ട് ഒരാളെ പിടി കിട്ടുന്നില്ല. ഒരു 4 ആൾ അറിയുന്നൊരു, അപ്പം ഒരാളെ വേറൊരു സ്ഥലത്തുനിന്ന് ഡെപ്യൂട്ടേഷനിലെടുത്തിട്ട് സംവരണ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി നിർത്തി മത്സരിപ്പിച്ചു. മത്സരം കഴിഞ്ഞു, അയാൾ ജയിച്ചുമില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് വേറെ ഒരു രാഷ്ട്രീയക്കാരൻ ഈ ആളോട് പറയാം, നിങ്ങളെന്തും മണ്ടത്തരം കാണിച്ച്, നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് നല്ല സൽപ്പേരുള്ള, എന്നാൽ ഈ പട്ടികജാതി പെടുന്ന ആൾ. അപ്പോൾ ഇയാൾ അയ്യോ അയാൾ പട്ടികജാതിയാണ്, കൂടെ പ്രവർത്തിക്കുന്ന ആളിൻ്റെ ജാതി ഏതാണെന്നറിയില്ല. അതിൻ്റെ നഷ്ടമാണ്. അത് ഞാൻ അറിയണം എന്നുള്ളതല്ല, RSSൻ്റെ ഒരു സമീപനം അതാണ്. നിങ്ങൾ ഏത് ജാതിപ്പെട്ടതാണെന്ന് അറിഞ്ഞിട്ട് എനിക്കൊരാവശ്യമില്ലെന്നേ, ഈ സമീപനമാണ്. അപ്പോൾ അത്തരം പരിവർത്തനമാണ് RSSൻ്റെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പഴയ ഉദാഹരണം പറഞ്ഞെന്നാൽ, ഈ ഡോക്ടർ ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഡോക്ടർ ഹെഡ്ഗവാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് RSSൻ്റെ ക്യാമ്പ് നടക്കുന്നു, OTC നടക്കുന്നു. ആ OTCയിൽ വാജ്പേയിയുടെ ജ്യേഷ്ഠൻ പങ്കെടുക്കുന്നു ശിക്ഷാർത്ഥിയായിട്ട്. അപ്പോൾ അവർ ഒരു വലിയ ആഢ്യ ബ്രാഹ്മണ കുടുംബത്തിലെയാണ്. അപ്പോൾ ക്യാമ്പിൽ ചെന്നു, എല്ലാവരും ഇങ്ങനെ ആദ്യത്തെ ദിവസം നോക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് കിടക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് അത് തീരെ അങ്ങോട്ട് ഒന്ന് പ്രൗഢിയുള്ള കുടുംബത്തിലെയാണ്, ആഢ്യത്വമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവിടുത്തെ അധികാരപ്പെട്ടവരോട് പറഞ്ഞു, എനിക്കത് പറ്റത്തില്ല, എനിക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, എനിക്ക് തന്നെ ഭക്ഷണം, എനിക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം, അതിന് അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അത് വലിയ പ്രശ്നമായി. കാരണം ക്യാമ്പിൽ അങ്ങനെ പാടുണ്ടോ, അനുവദിക്കാൻ പാടുണ്ടോ, വലിയ പ്രശ്നമായി, തർക്കമല്ല, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എന്നാൽ പിന്നെ ഡോക്ടറേജോട് ചോദിക്കാം. ഡോക്ടറേജോട് ചോദിച്ചപ്പോൾ അതിനെന്നെ വേറെ സംവിധാനം ഒരുക്കി കൊടുക്കാൻ പറഞ്ഞു. ഇവരങ്ങ് ഞെട്ടിപ്പോയി സത്യത്തിൽ. കാരണം ഡോക്ടർജി അങ്ങനെ പറയും എന്ന് വിചാരിക്കുന്നേ ഇല്ല, അത് പറ്റില്ല, പൊതുവായിട്ടുള്ളത് അംഗീകരിച്ചാൽ മതി എന്നൊക്കെ പറയുമെന്നാണ് അവർ വിചാരിച്ചത്. ഡോക്ടർജി പാത്രമൊക്കെ കൊടുക്കാൻ പറഞ്ഞു, പിന്നെ ധാന്യങ്ങളും കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ആദ്യത്തെ ദിവസം രാത്രി കുളിച്ച് ചാപ്പാട്, എന്നിട്ട് കുളിക്കാനും അനുവാദം വേണമെന്ന് പറഞ്ഞു. കുളിച്ചിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. വിധിപ്രകാരം ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ കഴിച്ചു, ഉച്ചയ്ക്കും കൂടി കഴിച്ചു. ബാക്കി എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുക. ഈ പറയുന്ന എല്ലാ ജാതിക്കാരും ഉണ്ട് ഞാനും. അപ്പോൾ ആരും ഒന്നും അദ്ദേഹത്തിനോട് ആക്ഷേപിച്ച് പറയുന്നുമില്ല. അപ്പോൾ നിങ്ങളെന്തായി കാണിക്കുക, ഒന്നും വേണ്ടുന്നുമില്ല. അവസാനം അദ്ദേഹത്തിന് തന്നെ തോന്നി, ഞാൻ എന്തൊരു ഒരാൾ, ഇത്രയും പേര്, 100 കണക്കിന് ആൾക്കാരിങ്ങനെ ജീവിക്കും, ഞാനൊരാൾ കഷ്ടമായി. അയക്ക് തന്നെ, അദ്ദേഹത്തിന് തന്നെ ഒരു വല്ലായ്മ തോന്നിയിട്ട് അദ്ദേഹം ഡോക്ടർജിയോട് പറഞ്ഞു, വൈകിട്ട് മുതൽ ഞാനും ഈ കൂടെ കഴിച്ചോളാം, എനിക്ക് വേറെ വേണ്ട. ആ പരിവർത്തനം ശാശ്വതമാണ്, ജന്മം മുഴുവൻ നിലനിൽക്കുന്ന, അടുത്ത തലമുറകളിലേക്കും കൂടി പടരുന്ന പരിവർത്തനം. ഇതാണ് RSSന് ജാതിയെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷെ പൊതുസമൂഹത്തിൽ ഐക്യം എന്നുള്ളതൊരാവശ്യം. അപ്പോൾ ഹിന്ദു ഐക്യം ഉണ്ടായാൽ ഈ ഉച്ചനീചത്വം എന്നുള്ളതിനെ കുറേ പരിഹരിക്കാൻ കഴിയും എന്നുള്ള, അതിനനുസരിച്ചുള്ള ഹിന്ദു ഐക്യ പ്രവർത്തനങ്ങളാണ് ദേശീയ തലത്തിൽ ഒത്തിരി നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഒത്തിരി പണ്ടേ ചെയ്യുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി പോലെയുള്ള പ്രവർത്തനം, അതിനു മുമ്പ് ഹിന്ദു മുന്നണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രവർത്തനം നടത്തുന്ന ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിശദീകരണം ഈ പുസ്തകത്തിലുണ്ട്. വേറെ ഒന്ന്, ഈ മതപരിവർത്തനവും ഹിന്ദു ഐക്യത്തിൻ്റെയും പ്രസക്തി ഏറ്റവും കൂടുതൽ വിളിച്ചോതിയ ഒരു സന്ദർഭമായിരുന്നു 1981 എനിക്ക് തോന്നുന്നു നവംബർ ഡിസംബർ മാസത്തിലാണ് മീനാക്ഷിപുരം, തമിഴ്നാട്ടിലെ മീനാക്ഷിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് 1000-ഓളം ഹിന്ദുക്കൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജാതി തിരിച്ച് പറഞ്ഞാൽ ഹരിജനങ്ങൾ,
അങ്ങനെ പറയാൻ പറ്റത്തില്ല, പട്ടികജാതി വിഭാഗം ഉള്ളവർ ഇസ്ലാം മതം സ്വീകരിക്കും. അതൊരു വലിയ സ്ഫോടനം പോലെയായിരുന്നു. ആൾക്കാർ എല്ലാവരും ഞെട്ടി, രാജ്യമാകെ ഇളകി മറിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു? 1000 പേർ ഒന്നിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റപ്പെട്ട സംഭവമോ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചത്. അപ്പോൾ അന്വേഷണമായി. അന്വേഷണം എന്ന് വെച്ചാൽ 2 കൂട്ടർ. ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി സർക്കാർ തലത്തിൽ അന്വേഷിക്കുന്നു, എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ആലോചനയും ചർച്ചയും ആര് നടത്തി, എങ്ങനെ നടത്തി, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് സർക്കാർ തലത്തിൽ അന്വേഷിക്കുന്നു. BJPയുടെ ഭാഗത്തു നിന്ന് വാജ്പേയിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു. അവിടുന്ന് അന്വേഷണ ടീമിനെ വിട്ടു, അവരന്വേഷിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. സംഘത്തിൻ്റേതായ വഴിക്ക് അന്വേഷിക്കുന്നു. ഈ അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായത് മാസങ്ങളായിട്ട് ജാതി പ്രശ്നം അവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ, പലയിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ മാസങ്ങളായി ഇസ്ലാം മത പ്രസ്ഥാനങ്ങൾ അതിനുള്ള ഈ നിലം ഒരുക്കുന്ന പണി നടക്കുന്നുണ്ടായിരുന്നു. അതാരും ശ്രദ്ധിച്ചില്ല. അവിടെ പല വണ്ടികളും വിദൂര ദിക്കുകളിൽ നിന്ന് വരുന്ന കാറുകളുണ്ടായിരുന്നു. അപരിചിതരായ അനേകം ആൾക്കാർ വന്നു പോകുന്നുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലും രാത്രിയിലും പലരും പലയിടത്തുനിന്നും കൂടി നിൽക്കുകയും കൂടിച്ചേരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ടായിരുന്നു. ആരും അതിൻ്റെ ഗൗരവത്തിലെടുത്തില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള എന്തെങ്കിലും കാര്യമാണ്, ഇതെന്നെ ബാധിക്കുന്നതാണെന്ന് ആരും ചിന്തിച്ചില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ മതപരിവർത്തനം നടത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് സ്ഫോടനം പോലെ അറിയുന്നത്. അപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയാണ് ഇത് ദേശം മുഴുവൻ ഈ ഒരു പ്രവർത്തനം, ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് നടത്താൻ സാധ്യതയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സംഘം അവരെ തല്ലിപ്പിടിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും പോയില്ല. പകരം ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ, ഈ ഉച്ചനീചത്വമില്ലാത്തൊരു ഹിന്ദു സമൂഹം, അതാണ് ഹിന്ദു ദർശനം. ശരിയായ ഹിന്ദു എന്ന് പറയുന്നത് ഉച്ചനീചത്വം ഇല്ലാത്തതും സമത്വം ഉള്ളതുമായ ദർശനമാണ്. അത്രയും സമത്വം ഉള്ള ദർശനമുള്ള ജീവിത വീക്ഷണമുള്ള ഒരു മതവും തത്വശാസ്ത്രം ലോകത്ത് പറയില്ല. അത് വേറെ. പക്ഷേ സാമാന്യ ജനത്തിൻ്റെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കണം. അത് പ്രതിഫലിക്കാതെ പോയതുകൊണ്ടാണല്ലോ ഈ മതമാറ്റം ഉണ്ടായത്. അതുകൊണ്ട് ജനങ്ങളുടെ ഉള്ളിൽ ഇതിനെക്കുറിച്ച്, ഹിന്ദുക്കളുടെ ഉള്ളിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി 2 കാര്യമാണ് ചെയ്തത് പ്രധാനമായിട്ട്. ഒന്ന്, ഈ സാധാരണ ജനങ്ങളുടെ ഇടയിൽ, ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ അതിൻ്റെ അടിസ്ഥാനപരമായ അതാണല്ലോ. ഇപ്പോൾ വർക്കലയിൽ ഗുരുദേവനെ ഗാന്ധിജി കാണാൻ പോയപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ ചോദ്യം അയിത്തത്തെ അംഗീകരിക്കുന്ന എന്തെങ്കിലും കാര്യം ഹിന്ദുക്കളുടെ പ്രമാണഗ്രന്ഥങ്ങളിലുണ്ടോ? അതാണ് ഗാന്ധിജിയുടെ ചോദ്യം. ഇല്ല എന്നാണ് ഗുരുദേവൻ്റെ മറുപടി. ഏതെങ്കിലും 4 സംസ്കൃത ശ്ലോകമുള്ള ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ട് അതാണ് എന്നിപ്പം നമ്മുടെ ഈ കേരളത്തിലെ ഈ വ്യാജ ഡിഗ്രിക്കാരുടെ പ്രൊഫസർമാർ പ്രസംഗിക്കുന്ന സാധനമല്ല. പ്രമാണഗ്രന്ഥങ്ങളിലൊന്നും ഉച്ചനീചത്വത്തെക്കുറിച്ചോ അതിനെ അംഗീകരിക്കുന്ന ഒരു വാക്യം പോലും ഇല്ല. ആ കാര്യം ജനങ്ങളിൽ പ്രചരിപ്പിക്കണം. പറഞ്ഞുകൊണ്ടിരുന്ന പുസ്തകത്തിലുണ്ടായിട്ട് കാര്യമില്ല. ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കണം. അതിനുള്ള പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ആദ്യം ഒരു അന്തരീക്ഷം, ഒരു ആത്മവിശ്വാസം സൃഷ്ടിക്കണം. അതിന് രാജ്യം മുഴുവൻ വിരാട ഹിന്ദു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. ഈ അവബോധം താഴെ തട്ടിൽ നടക്കുകയും ചെയ്യണം. അവബോധം ഉണ്ടായി. ഈ 1000 പേരിൽ കാശ് വാങ്ങിയ 10 40 അല്ല അതിനകത്തെ ചില പ്രധാനപ്പെട്ട ആൾക്കാരൊഴിച്ച് 900-ലധികം പേരും തിരിച്ച് ഹിന്ദുക്കളായി. ഈ മീനാക്ഷിപുരത്തെ 1000 പേര് മാറിയതിൽ 900-ലധികം പേരും തിരിച്ചു വന്നു എന്ന് പറഞ്ഞെന്നാൽ പോയവർ തട്ടിപ്പിനിരയായി പോയതാണെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അത്. തട്ടിപ്പിനിരയായി പൈസ വാങ്ങിയവർക്ക് പോയാൽ ചിലപ്പോൾ തല പോകും എന്നുള്ളതുകൊണ്ടായിരിക്കാം അവരത് ചെയ്യാതിരുന്നത്. അപ്പോൾ അവരൊഴിച്ച് ബാക്കി എല്ലാവരും തിരിച്ചു വന്നു. പക്ഷേ ദേശീയ തലത്തിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, ഞെട്ടൽ ചികിത്സ എന്നതിന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ ഞെട്ടൽ ചികിത്സ എന്നുള്ളതായിരുന്നു ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ഞെട്ടൽ ചികിത്സ ആയിരുന്നു ഇത്. അതുകൊണ്ട് രാജ്യം മുഴുവൻ വിരാട ഹിന്ദു സമ്മേളനം അതിൻ്റെ ഭാഗമായിട്ടാണ് 1982 ഏപ്രിൽ 4, 5 തീയതികളിൽ പിന്നെ എറണാകുളത്ത് വെച്ച് വിശാല ഹിന്ദു സമ്മേളനം നടത്തിയത്. പരമേശ്വർജിയും മാധവജിയും ഒക്കെയായിരുന്നു അതിൻ്റെ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകർ. ഇന്നും ജീവിച്ചിരിക്കുന്ന പത്മശ്രീ കുഞ്ഞോലം മാഷ് പെരുമ്പാവൂരിലുള്ള അദ്ദേഹമൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രധാന പ്രവർത്തകരിൽ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നത്. ആ വിശാല ഹിന്ദു സമ്മേളനം അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, മതപരിവർത്തനം, ഉച്ചനീചത്വം ഒക്കെയാണ്. അപ്പോൾ ഉച്ചനീചത്വം ഇല്ലാത്ത ഒരു ജീവിതമാണ് ഹിന്ദുവിൻ്റേത് എന്ന അവബോധം ദേശീയ തലത്തിൽ സൃഷ്ടിക്കാൻ അത് ഉപകരിച്ചു. അതിനുവേണ്ടി എഴുതിയ പരമേശ്വർജി എഴുതിയ പാട്ടാണ് ഹിന്ദുക്കൾ നാം ഒന്നാണേ, അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മയ്ക്കോമന മക്കൾ ബന്ധുക്കൾ നാം ഒന്നാണേ.
അതുപോലത്തെയാണ് മറ്റെല്ലാ വരികളും. ആ സമ്മേളനത്തിൻ്റെ വിവരണങ്ങൾ അത് ദേശീയ തലത്തിൽ നടത്തിയാണ്, കേരളത്തിൽ വിശാൽ ഹിന്ദ്. ഇതിൻ്റെ വിവരണങ്ങളും ഈ പുസ്തകത്തിലെ ഉള്ളടക്കത്തിൽ പെടുന്നതാണ്. ഈ വിശാല ഹിന്ദു സമ്മേളനത്തിലെ 2 കാര്യം എടുത്തു പറയേണ്ടതാണ്. ഒന്ന്, അതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ പന്തലിൽ കൊടി ധ്വജാരോഹണ കർമ്മം നിർവഹിച്ചത് പട്ടികജാതി വിഭാഗത്തിൽ ജനിച്ച് ആത്മീയ ആചാര്യനായി മാറിയ തമിഴ്നാട്ടിലെ കുപ്പുസ്വാമി എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ പന്തൽനാട്ട് കർമ്മം നടത്തിയത്. പന്തൽനാട്ടല്ല, കൊടി ഉയർത്തിയത്, ധ്വജാരോഹണം നടത്തിയത്. അതുപോലെ തന്നെ വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ തലേ ദിവസം നടത്തിയ ഹോമം, ഗണപതി ഹോമത്തിൽ മുഖ്യ തന്ത്രിയായിരുന്നയാൾ പറവൂർ ശ്രീധരൻ തന്ത്രി, പരികർമ്മികളായിരുന്നത് 2 പട്ടതിരിപ്പാടുമാരും ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ പറഞ്ഞത് ആചരണത്തിലൂടെ സമത്വം കൊണ്ടുവരിക, അതാണ് ഈ ധാർമ്മിക രംഗത്ത് മതപരിവർത്തനത്തിന് ഇല്ലാതെയാക്കാൻ ഉള്ള കാര്യം. ധർമാചരണത്തിലൂടെ ഹിന്ദുക്കളുടെ സമത്വം ഇപ്പോൾ ശതാബ്ദിയെ പ്രമാണിച്ച് ഒന്നുകൂടി അത് ഈ പുസ്തകത്തിലെ കണ്ടൻറ്റ് ഉള്ളടക്കത്തിൽ പെടുന്നൊരു കാര്യമാണ്. ശതാബ്ദി ആകുന്നതിന് മുമ്പ് തന്നെ ആലോചിച്ച മറ്റൊരു കാര്യം, മുമ്പേ ഞാൻ പറഞ്ഞത് ഐക്യം എന്നുള്ളതാണ്, സമത്വം. അവിടെയും ഞാനൊരു ചെറിയ ട്വിസ്റ്റല്ല, ഒരു ചെറിയ വാക്കിൻ്റെ വ്യത്യാസം പറയാം. സമത്വം എന്ന് പറയുന്നത് ബാഹ്യമാണ്. ഇപ്പം നമ്മൾ സമത്വമുള്ളവരാണ്, ഒരു 10 പേര് ഇരുന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തുല്യ പ്രാധാന്യം, ഒരേപോലത്തെ ഇരിപ്പിടം, ഒരേപോലത്തെ സൗകര്യങ്ങൾ, ഒരേപോലത്തെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തുല്യമായിട്ട് നിങ്ങൾക്ക് അവകാശപ്പെടാം. അത് പക്ഷേ ബാഹ്യമാണ്. ഇപ്പം എനിക്ക് ഒരു 3 ഇഡലി കഴിച്ചാൽ മതിയാകും പരമാവധി, പക്ഷെ മാവിജയത്തിനൊരു 10 12 വേണ്ടി വരുമായിരിക്കാം. ഓരോരുത്തരും അതിൽ സമത്വം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല, സോഷ്യലിസമാണ്, അതുകൊണ്ട് 12 3 15 7.5 വീതം ആക്കണം എന്ന് പറഞ്ഞാൽ ബാഹ്യ സമത്വമാക്കി ആവശ്യമുള്ളതും അല്ല. ഇപ്പം സമത്വം വേണ്ടെന്നല്ല, സമത്വവും ഐക്യം എന്ന് പറയുന്നത് പലതിൻ്റെ കൂടിച്ചേരലാണ്. വാക്കിൻ്റെ എൻ്റെ പരിമിതമായ ഭാഷാജ്ഞാനം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഐക്യം എന്ന് പറയുന്നത് പല തരത്തിലോ വലിപ്പത്തിലോ തരത്തിലോ എല്ലാം പെട്ടതിൻ്റെ ഒരു കൂടിച്ചേരൽ. സമത്വം എന്ന് പറയുന്നത് എല്ലാത്തിനും തുല്യമായ പ്രാധാന്യം കൽപ്പിക്കൽ. ഇപ്പോൾ ആ സംഘം RSS മുന്നോട്ട് വയ്ക്കുന്നത് അതിനും അടുത്ത പടിയും കൂടി കടന്നിട്ടൊരു ലക്ഷ്യമാണ് സാമാജിക സമരസത. അത് ഈ രണ്ടുമല്ല, ഒന്നാവുകയാണ്. ഒരേ രസം ഒരു മനുഷ്യ ശരീരത്തിൽ കാലിൽ നിന്ന് രക്തമെടുത്താലും ചെവിയിൽ നിന്ന് രക്തമെടുത്താലും മുഖത്തു നിന്ന് രക്തമെടുത്താലും അതിൻ്റെ രസം ഒന്ന് തന്നെ ആയിരിക്കും, കണ്ടൻറ്റ് ഒന്ന് തന്നെ ആയിരിക്കും. അത് ആന്തരികമാണ്. ഇപ്പം RSS ഇപ്പം മുന്നോട്ട് വയ്ക്കുന്ന ശതാബ്ദിയുടെ ഭാഗമായിട്ടും അതിൻ്റെ മുന്നോടിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രവർത്തന മേഖല സാമാജിക സമരസത എന്നുള്ളതാണ്. ഇപ്പോൾ മുമ്പേ ഗുരുദേവനെ കാണാൻ പോയ കാര്യം പറഞ്ഞല്ലോ ഗാന്ധിജി, അവിടെ ഈ കാര്യം തെളിയിക്കാൻ വെച്ചാൽ ഒരു ഉദാഹരണത്തിലൂടെ ഗാന്ധിജി ഈ വർണ്ണത്തെ സംബന്ധിച്ചൊരു ചർച്ച നടന്നു അവർ തമ്മിൽ. വർണ്ണവും ജാതിയും 2ആണ്, പക്ഷേ വർണ്ണം വ്യത്യസ്തമാണല്ലോ, സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അത് ശരിയല്ലേ എന്നുള്ള മട്ടിൽ ഗുരുദേവനോട് സംസാരിച്ചു, വർണ്ണത്തിൻ്റെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി. അപ്പോൾ ഗുരുദേവൻ അവിടെ നിന്ന് ശിഷ്യന്മാരോട്, അവർ മാവിൻ്റെ ചുവട്ടിലിരുന്ന വർത്താനം പറഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞ ആ മാവിൽ നിന്ന് പല പ്രായത്തിലുള്ള ഇല പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഇളം തളിരുണ്ട്, പച്ചലയുണ്ട്, പഴുത്തതുണ്ട്, പഴുക്കാൻ തുടങ്ങിയതുണ്ട്, മൂത്ത ഇലയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ പ്രായത്തിലുള്ള ഇല പറിച്ചുകൊണ്ട് വന്ന് ഓരോന്നും ഗാന്ധിജിക്ക് കൊടുത്തിട്ട് ഓരോന്നും വേറെ വേറെ ചവയ്ക്കാൻ പറഞ്ഞു. വേറെ വേറെ ചവച്ചു. എന്നിട്ട് ഗാന്ധിജിയോട് ഗുരുദേവൻ ചോദിച്ചു, അതിൻ്റെ രസം ഒന്ന് തന്നെയാണോ? അത് രസം ഒന്നാണ്. മാവിലേക്ക് വേറെ പ്ലാവിൻ്റെ രസം വരത്തില്ലല്ലോ, രസം ഒന്ന് തന്നെയാണ്. പക്ഷെ പല പ്രായത്തിലുള്ള ഇലയാണ്, പല നിറം, പല വലിപ്പം. 5 4 ഇലയാണ്, 4 തരത്തിലുള്ള ഇല, ഒന്നും പോലും സമമായിട്ടുള്ള ഇല ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ആന്തരിക രസം ഒന്നാണ്. ഇതുപോലെ തന്നെയാണ് ഹിന്ദുത്വത്തിൻ്റെ പോരാ മനുഷ്യത്വത്തിൻ്റെ രസം. അതുകൊണ്ട് സമാജം ഒന്നാണ് എന്ന ബോധ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സാമാജിക സമരസത എന്നതിലൂടെ RSS ഉദ്ദേശിക്കുന്നത്. ശതാബ്ദി പ്രമാണിച്ച് ആ പ്രവർത്തനവും ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ തന്നെ മുഴുവൻ ഭാരതത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ ശതാബ്ദി പ്രവർത്തനങ്ങളിൽ പരിപാടികളിൽ ഒന്ന് സാമാജിക സമരസത പ്രോഗ്രാമാണ്. അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ പുസ്തകത്തിലെ ഉള്ളടക്കമാണ്. അതെന്താണ്, എന്തിനാണ് RSS അതിന് മുൻപ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ്,
ഇനി അങ്ങോട്ട് ചെയ്യാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ 6ാമത്തെ പുസ്തകത്തിലെ ഉള്ളടക്കം. ഇപ്പോൾ ഈ 6 പുസ്തകങ്ങൾ, ഇതിപ്പോൾ 100 വർഷമായ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ചരിത്രം, ഇതൊന്നും 6 പുസ്തകങ്ങളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. പക്ഷേ RSSനെ സംബന്ധിച്ച് RSSനെ കുറിച്ച് അറിയാത്തവരും RSSനെ എതിർക്കാൻ ആഗ്രഹിക്കുന്നവരും ഇനി നാളെ RSSനെ എതിർത്ത് തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും തീർച്ചയായിട്ടും ഈ പുസ്തകം ഒരു ആവശ്യ ഘടകമാണ്. കാര്യം എന്തായാൽ ഒരു സംഘടനയെ പറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ, എതിരാളിയെ മനസ്സിലാക്കിയാലല്ലേ തകർക്കാനും കഴിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ വിധത്തിലുള്ള ആളുകൾക്കും ഉപകരിക്കുന്ന രീതിയിൽ പുസ്തകങ്ങൾ മാറട്ടെ എന്ന് കരുതാം. അതിൽ എല്ലാവർക്കും സംഘത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകത്തെ അറിയാനുള്ളൊരു പുസ്തകമായിട്ട് ഈ 6 പുസ്തകങ്ങൾ മാറട്ടെ. അന്നത്തെ ആ ഒരു പുസ്തകം ഇന്നിപ്പോൾ 6 പുസ്തകമായി, ഇനി അടുത്ത 660 അതെ അതെ ആ രീതിയിലേക്ക് മാറട്ടെ എന്ന് പറയാം. എന്തായാലും പുസ്തകം എത്ര ഉടനെ ഇറങ്ങും. ഇപ്പോൾ ഈ ജൂലൈ ലാസ്റ്റ് തന്നെ പ്രിൻറ്റിങ്ങിന് കൊടുക്കും. പുസ്തകം റെഡി ആയിരിക്കുകയാണ്. ജൂലൈ ലാസ്റ്റ് അത് പ്രിൻറ്റിന് കൊടുക്കും. ആഗസ്റ്റ് ഒരു പകുതിക്കുള്ളിൽ തന്നെ അത് പ്രകാശനം നടത്തും ഉറപ്പായിട്ടും. അത് മുഴുവൻ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇതറിയുന്നവരൊക്കെ ഇപ്പം നമുക്ക് തന്നെ അറിയില്ല, സംഘടനാ വഴി അല്ല സംഘബന്ധമോ കുരുക്ഷേത്രയുടെ ബന്ധമോ വഴി അല്ലാതെ അനേകം പേര് ഇത് പലയിടത്തും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് നേരിട്ട് പണം അടച്ചുകൊണ്ടിരിക്കും. നമ്മൾ പോലും ഞെട്ടുന്ന തരത്തിൽ പല കോണുകളിൽ നിന്ന് ഈ പുസ്തകം ആവശ്യപ്പെട്ടുകൊണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പ്രീ പബ്ലിക്കേഷൻ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ആവേശകരമായി. അപ്പം മുമ്പേ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ എതിരാളികളും ഈ ബുക്ക് ചെയ്തതിൽ മത്സരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വിചാരധാര അവർക്കുണ്ടായിരുന്നുള്ളൂ, എന്തിനും ഏതിനും ആക്രമിക്കാൻ. ഇപ്പോൾ ഒരു 6 പുസ്തകം കൂടെ അവർക്ക് ആയുധമായിട്ട് കിട്ടുകയാണ്. അതേ 6 പുസ്തകം പ്രവർത്തകർക്കും ആയുധമായിട്ട് കിട്ടും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയൊരു പുസ്തകം എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങട്ടെ. അപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. നമസ്കാരം. നമസ്കാരം.